ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വീണ്ടും ഒരു റൈഡിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് രാവിലെ തന്നെ. സമയം ഇപ്പോൾ 4:30 നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ തിരുവല്ലം ടോൾ പ്ലാസയുടെ ഫ്രണ്ടിലാട്ടോ നിൽക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് 4 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഉറങ്ങിപ്പോയി. എണീറ്റപ്പം 4 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ടപ്പേന്ന് റെഡിയായി ഇവിടെ വന്ന് നിൽക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, സജിനെ അറിയത്തില്ലേ, ട്രയംഫിൻ്റെ ഓണർ. അപ്പം അവനും ഞാനും കൂടെയാണ് ഇന്ന് റൈഡ് പോകുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ന് സൺറൈസ് കാണാൻ പോകണം കേട്ടോ. ഇന്ത്യയുടെ ഏറ്റവും അറ്റത്തുള്ള കന്യാകുമാരിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ കന്യാകുമാരിയിൽ 6:30ക്കാണ് സൺറൈസ് എന്നാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. ഇങ്ങനെ പോയാൽ നമ്മൾ എത്തുന്ന കോളൊന്നും കാണുന്നില്ല, കാരണം 4:30 കഴിഞ്ഞിപ്പോഴേ. കത്തിച്ച് വിട്ടാൽ മാത്രമേ നമ്മൾ ആ ടൈമിൽ അങ്ങ് എത്തുള്ളൂ. ഇന്നലെ രാത്രി തന്നെ പോയി ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട്. പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചു, ചെയിനും ലൂപ്പ് ചെയ്തിട്ടുണ്ട്. വണ്ടി സെറ്റാണ്, ഞാനും സെറ്റാണ്. ആകെ 1 മണിക്കൂറേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. ഇന്നലെ കിടന്നപ്പോൾ നല്ല ലേറ്റായി, എണീറ്റതും ലേറ്റായി. ഞാൻ അവിടെ വന്നിട്ട് 10 മിനിറ്റോളമായി, ഇതുവരെ അവൻ എത്തിയിട്ടില്ല. അപ്പോൾ അവൻ എത്തിയ ഉടനെ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ 6:30ക്ക് മുമ്പ് അവിടെ എത്താനുള്ള ഒരു ഇതോടെ വേണം നമുക്ക് പോകാൻ, അല്ലെങ്കിൽ പിന്നെ അവിടം വരെ പോകുന്നത് വെറുതെ ആവും. നമ്മൾ രാവിലെ ആയതുകൊണ്ട് തന്നെ തണുപ്പാണെന്ന് വിചാരിച്ചാണ് ഈ ജാക്കറ്റും കോപ്പും ഒക്കെ എടുത്ത് വലിച്ചു കയറ്റിയത്. ചൂടെടുത്തിട്ടാണെങ്കിൽ നിൽക്കാൻ പോയി, ഞാൻ അതിനകത്തിരുന്ന് പുഴുങ്ങുകയാണ്. ഒരാവശ്യമില്ലായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 20 മിനിറ്റോളം പോസ്റ്റാക്കിയിട്ട് ഒരുത്തൻ വരുന്നുണ്ട് പാഞ്ഞ്. എത്ര മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞേ? 4 മണിയാ സമയം. 5 മണിയാറായി. അവിടെ 6:30ക്കാണ് സൺറൈസ്. പോവാമെങ്കിൽ 6:30 മുമ്പ് അങ്ങ് എത്തണം. എങ്കിൽ വാ. സമയം 4:45, 4:45. നമുക്കിനി 1 മണിക്കൂർ, 1.5 മണിക്കൂറേ ഉള്ളൂ കയ്യിൽ അവിടെ എത്താനായിട്ട്. സോ അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. 4:45 നമുക്ക് നോക്കാം അവിടെ എത്തുമില്ലയോ. വണ്ടി ഓടിത്തുടങ്ങിയപ്പോൾ അത്യാവശ്യം തണുപ്പ് കയറുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ വേർത്ത് പുഴുങ്ങി, എപ്പോഴേ വേർത്ത് കുളിച്ചു. നമ്മുടെ വണ്ടിയുടെ 3rd സർവീസ് ആവാറായി കേട്ടോ. അപ്പോൾ ഈ ട്രിപ്പും കഴിഞ്ഞ് തിങ്കളാഴ്ചത്തേക്കാണ് ഞാൻ നമ്മുടെ വണ്ടിയുടെ സർവീസ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ട്രിപ്പിലെ ശ്രീഹരി നമ്മുടെ കൂടെ എത്തണം ഇല്ല കേട്ടോ. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ അവന് രാവിലെ ഡ്യൂട്ടിക്ക് കയറണം. അതുകൊണ്ട് ഈ ട്രിപ്പിന് അവനില്ല. നമുക്ക് അടുത്ത ട്രിപ്പിന് അവനെ കൂടെ സെറ്റ് ചെയ്തിട്ട് പോവാം. ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷേ അവൻ്റെ ഷിഫ്റ്റ് തുടങ്ങുന്നത് രാവിലെ 7 മണിക്കാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമ്മൾ പോയിട്ട് എത്തത്തില്ല. അങ്ങനെ അവൻ അതിൽ നിന്ന് വിഷമത്തോടെ പിന്മാറുകയായിരുന്നു സുഹൃത്തുക്കളെ. രാവിലെ കടകളൊക്കെ തുറന്നു തുടങ്ങി കേട്ടോ, ഹോട്ടലൊക്കെ ഉണ്ട്. ഈ മെയിനായിട്ടുള്ള ലോറി റൂട്ടല്ലേ, അപ്പം കടകളൊക്കെ നേരത്തെ തുറന്നു, ആൾക്കാരൊക്കെ നടക്കാനൊക്കെ ഇറങ്ങി തുടങ്ങി. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ, ഒന്നും കഴിക്കാതെ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. അത് കഴിഞ്ഞ് സൺറൈസും കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാം. അല്ലാതെ ഇനിയിപ്പോൾ കഴിക്കാൻ നിന്നാൽ നമുക്ക് വീണ്ടും സമയം പോകത്തേ ഉള്ളൂ. സോ അവിടെ എത്തി സൺറൈസും കണ്ട് നമുക്ക് നല്ലൊരു ഹോട്ടലിൽ കയറി ഫുഡും കഴിക്കാം. രാവിലെ ആ ഒരു കോടയിൽ നമ്മുടെ ഈ ലൈറ്റൊക്കെ കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? സോ
നമ്മുടെ ഹൈവേ അവിടം വരെ ഉള്ളു കേട്ടോ. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, നമ്മുടെ തമിഴ്നാട് കേരള ബോർഡറിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടം വരെ റോഡ് ഇപ്പം തൽക്കാലം ഉള്ളൂ. നമ്മുടെ കേരളത്തിൻ്റെ പണി മുഴുവൻ കഴിഞ്ഞു. ഇപ്പോൾ തമിഴ്നാട്ടുകാരാണ് ബാക്കി തീർക്കാനുള്ളത്. അവർ ഇടിച്ച് ലാഗടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടെ റെഡിയായാൽ നമുക്ക് സുഖമായിട്ട് ഒരു മണിക്കൂറൊക്കെ കൊണ്ട് തമിഴ്നാടെത്താൻ പറ്റും. നമ്മൾ ഈ റോഡിന് ചെന്ന് നേരെ നമ്മുടെ NH കയറും കേട്ടോ, നമ്മുടെ കളിക്കാവുള്ള ആ റൂട്ടേ. സോ ഗായ്സ്, ഇതാണ് കേട്ടോ നമ്മുടെ നെയ്യാറ്റിൻകരയിൽ നിന്നൊക്കെ വരുന്ന ആ റൂട്ട്. നമ്മൾ ആ NH വന്ന് കയറിയിരിക്കുകയാണ്. നമുക്കിനി എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഊഹം വെച്ചിട്ടാണെങ്കിൽ നമുക്കൊരു 45-50 കിലോമീറ്ററിനകത്ത് എന്തായാലും ഉണ്ട് നമുക്ക്. സമയം 5 മണി കഴിഞ്ഞ കേട്ടോ, 5:10 ആവാറായി. നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ബോർഡറൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലാണ് ഒഫീഷ്യലി. സോ ഗായ്സ്, നമ്മളിപ്പോൾ തക്കല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. തക്കല. ഇനി ഇവിടുന്ന് ഒരു 40 കിലോമീറ്ററും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് കന്യാകുമാരിക്ക്. സമയം 5:30 നമുക്ക് 6 മണിക്കുള്ളിൽ അവിടെ എത്താൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. റോഡൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, മുഴുവൻ കുണ്ടും കുഴിയുക. പിന്നെ പോരാത്തതിന് ലോറികളും, പിന്നെ ബ്രൈറ്റ് ഇട്ട് വരുന്നവന്മാർ. നമ്മുടെ കേരളത്തിലെ റോഡ് തന്നെ കേട്ടോ കൊള്ളാവുന്നത്. കുഴിയൊക്കെ അടച്ചൊരു ലെവലില്ലാത്ത രീതിക്കാണ് ഇവർ ടാർ ചെയ്ത് വെച്ചേക്കുന്നത്. പോരാത്തതിന് ഇഷ്ടം പോലെ ലോറികളും ഓപ്പോസിറ്റിൽ നിന്ന് വരുന്നുണ്ട്. എല്ലാണോ ബ്രൈറ്റും മഞ്ഞയും. ഇവിടെ പിന്നെ മോഡിഫിക്കേഷൻ ഒരു പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് 10-15 ലൈറ്റൊക്കെയാണ് ഓരോ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ആ ഓട്ടോയുടെ നെറ്റിപ്പട്ടം കെട്ടിയേക്കുന്ന പോലെയാണ് ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത്. ഇങ്ങോട്ടായിരിക്കണം വഴി. അവിടെ കന്യാകുമാരി ഇങ്ങോട്ടെന്നാ കാണിച്ചേക്കുന്നത്. ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ടല്ലേടാ ബോർഡ് വെച്ചിരുന്നേ? എങ്ങോട്ട്? സോ ഗായ്സ്, നമുക്കിനി 22 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റോഡ് സൈഡ് നിർത്തിയതാണ്. കാരണം ഇത്രയും നേരം പൊടിയുടെയും ലോറിയുടെ ബാക്കിലൊക്കെ വന്ന് കയ്യിൽ ഒരുമാതിരി ക്ഷീണമായി. സോ നമ്മളവിടെ 6:20 എത്തുള്ളൂ എന്നാണ് കേട്ടോ പറയുന്നത്. 22 കിലോമീറ്റർ പോകാൻ 32 മിനിറ്റ് എടുക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ റോഡൊക്കെ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല റോഡാണിപ്പോൾ. തിരക്കും കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പം നോക്കിയാൽ മതി. നമുക്ക് ആ ഭാഗത്തൊക്കെ നേരം വെളുക്കുന്നതായിട്ട് കാണാൻ കേട്ടോ. ലൈറ്റൊക്കെ വന്ന് തുടങ്ങി. എങ്കിലും നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട് നമ്മളവിടെ എത്തുന്ന സമയത്തിന്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കോടയുണ്ടെന്ന് തോന്നുന്നു. നന്നായിട്ട് അറിയുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്. പിന്നെ റോഡ് ഇച്ചിരി മോശമാണ്. കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നന്നായിട്ട് കിടക്കുന്നത്. ബാക്കി ഇതുപോലെ പണി നടക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നത് മറ്റേ ഫ്ലൈ ഓവർ ആണെന്ന് തോന്നുന്നു. അത് പണിയാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ അതാ കുറച്ചുകൂടെ അടുത്തോട്ട് വരുന്നത്.
എന്താ ബ്രോ? അങ്ങനെയാണല്ലേ? ഓ എടാ അവിടെ പോണോന്ന്. ഓ സോ ഗൈസ് നമ്മൾ എത്തി. നമുക്കിനി ആ കാണുന്നില്ലേ, ആ കാണുന്ന സ്ഥലത്തോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ വഴി പിഴച്ചു, മണ്ണിൽ പൂന്തിപ്പോയി ഗൈസ്. സോ ഗായ്സ്, അതാ നമ്മൾ സൺറൈസിൻ്റെ പോയിൻ്റ് അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ ഈ അങ്ങോട്ട് നടക്കാം. വാടാ, കമോൺ. അത് അങ്ങോട്ടുള്ള ഒരു സോ ഗായ്സ്, നമ്മളിവിടെ 6:15 എത്തി കേട്ടോ. 6:15 തന്നെ എത്തി. സൂര്യൻ വരുന്നേ ഉള്ളൂ, ലൈറ്റൊക്കെ വന്ന് തുടങ്ങി. പിന്നെ ആ ഭാഗത്താണ് നമ്മുടെ വിവേകാനന്ദ പാറയും പിന്നെ ആ ബ്രിഡ്ജൊക്കെ വരുന്നത്. ശരി. നമ്മളിത് ആ ഭാഗത്തു നിന്നാണ് കേട്ടോ നടന്ന് ഇത്രയും ദൂരം നടന്ന് നമ്മളിവിടെ നിൽക്കുകയാണ്. ഇവിടെ ഏകദേശം സൺറൈസ് ആവാറായി. ഇവിടം വരെ ഉള്ളൂ കേട്ടോ ഈ പാലമല്ല, ഏകദേശം പാലം പോലെ ഇരിക്കും. ആ ഭാഗത്താണ് നമ്മുടെ വിവേകാനന്ദ പാറയും നമ്മുടെ പുതിയ ഗ്ലാസ് ബ്രിഡ്ജ്, അങ്ങനത്തെ പുതിയ കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ലൊരു ഫീലുണ്ട് കേട്ടോ ഇവിടെ നിൽക്കാനായിട്ട്. ആ ഒരു ആകാശത്തിൻ്റെ കളറും കടലിൻ്റെ കളറും എല്ലാം ഒരു ഓറഞ്ച് മയം. സോ ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ സൂര്യൻ ചേട്ടൻ ഇപ്പോൾ വെളി വരും. ഒരു ബോട്ടൊക്കെ പോകുന്നുണ്ടോ, രാവിലെ തന്നെ മീൻ പിടിക്കാനായിട്ട് പോവുകയാണെന്ന് തോന്നുന്നു കേട്ടോ. ഓ അതായിരുന്നു നില വിളിക്കണേ. ഈ വെള്ളത്തിലുള്ള ഒരു പാട്ടൊക്കെ ഇട്ട് വൈബായി നിൽക്കുകയാണ് കേട്ടോ. വല വിരിക്കുകയാണെന്ന് തോന്നുന്നല്ലേ അവര്. ഓ ആൾക്കാരെല്ലാം വെയിറ്റിംഗ് ആണ് കേട്ടോ സൂര്യൻ വരാൻ വേണ്ടി. സോ ഗൈസ്, അതൊക്കെയായിരുന്നു കേട്ടോ ഇവിടുത്തെ സൺറൈസിൻ്റെ. അപ്പോൾ നമുക്ക് നല്ലൊരു സൺറൈസ് കിട്ടി. അപ്പോൾ സൂര്യൻ മുകളിലോട്ടായി, എല്ലാവരും പോയി തുടങ്ങി കേട്ടോ. വെയിൽ വന്നു തുടങ്ങി. നമുക്കിനി ഇവിടുന്ന് ഏതെങ്കിലും ഒരു നല്ലൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാം, അല്ലേ മിസ്റ്റർ? പിന്നെ വാ, നമ്മളിനി തിരിച്ചു പോകണം കേട്ടോ. ഇനി കുറച്ച് അങ്ങോട്ട് നടക്കാറുണ്ട് അധികം. ഫുൾ പ്ലാസ്റ്റിക്കാണ് കേട്ടോ, ഇത് കിടക്കുന്നുണ്ടോ, ഒഴുകി നടക്കുവാണ് പ്ലാസ്റ്റിക്. കൊള്ളാം കേട്ടോ, അത്യാവശ്യം നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. നമുക്ക് സുഖമായിട്ട് വന്നിരിക്കാം, ഫോട്ടോ എടുക്കാൻ കേട്ടോ. ഇവിടെ ഒരു കാണിക്കുന്നുണ്ട്.
ഫോട്ടോ എടുക്കാനുള്ള അടി. ഇഷ്ടം പോലെ പ്ലാസ്റ്റിക്കാണ് ഒഴുകി നടക്കുന്നത്. ആ സൈഡ് കുറവാണ്, ഈ സൈഡ് ഫുള്ളും പ്ലാസ്റ്റിക്കാണ്. എൻ്റെ ഇടയിൽ കൂടെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മീനുകളെ കാണാം കേട്ടോ. വലിയ വലിയ സൈസുള്ള മീനുകളൊക്കെ ഉണ്ട് എൻ്റെ ഇടയിൽ. ഇതോ ആ കപ്പൽ ഇപ്പോൾ വന്നതാണ് കേട്ടോ. അതിനകത്ത് നിറച്ച് മീനുകളാണെന്ന് തോന്നുന്നത്. ആൾക്കാർ വലിച്ചു കയറ്റാൻ വേണ്ടി അത് കയറൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നു. നമ്മൾ നടന്ന് നമ്മുടെ വണ്ടിയുടെ അടുത്ത് തന്നെ എത്തി കേട്ടോ. നമുക്കധികം സമയം കളയാതെ അടുത്ത സ്പോട്ടിലോട്ട് പോവാം. നല്ല ഫ്രഷ് മീനുകളാണ് കേട്ടോ പോകുന്നത്. ഈ കവർ മുഴുവൻ ഇരിക്കുന്ന കണ്ടോ, ഫ്രഷ് മീനുകൾ. കിളിമീനാണെന്ന് തോന്നുന്നു. ചൂരയൊക്കെ ഇതായിരിക്കുന്നു. ചൂരമീനുണ്ട്, കിളിമീനുണ്ട്. ഫുൾ ഇലവിളിയും കാര്യങ്ങളൊക്കെയാണ്. എന്താ വണ്ടിയിലൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നതുണ്ടോ. ഇവിടെ കയറി നോക്കിയാലോ. സോ ഗൈസ്, നമ്മൾ ഈ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. 2 ഗീ റോസ്റ്റും 2 പാടയും എല്ലാം കൂടെ 320 രൂപയായുള്ളൂ. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. 2 കോഫിയും കൂടെ കുടിച്ചു. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. പോവാം. സോ ഗൈസ്, നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളിനി പയ്യെ തിരിക്കുകയാണ്. സോ ഗായ്സ്, നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. നമുക്ക് വീട്ടിലോട്ട് ഇനി 79 കിലോമീറ്റർ ഉണ്ട്. 10 മണിക്ക് എത്തൂ. പമ്പില്ലടാ, പണിയാണെന്ന് തോന്നുന്നു. അല്ല, ഉണ്ടെന്ന് തോന്നുന്നു. കസേര ഇട്ടിട്ടുണ്ട്. ഇല്ല. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ പെരുമാൾപുരം എന്ന് പറഞ്ഞ അതിസുന്ദരമായ ഗ്രാമം. ഒന്നും പറയാനില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. ദൂരാണ്ട കയറിയാ വണ്ടി? ഇല്ലല്ല. ഒരു അണ്ണാൻ റോഡിൽ കൂടെ ഇപ്പോൾ പോയി. ഞാൻ വിചാരിച്ചു വണ്ടി കയറിയും, ഭാഗ്യത്തിന് കയറിയില്ല.
ഇതൊരു കുളമാണ് കേട്ടോ. അതിനകത്ത് മുഴുവൻ ആമ്പലിൻ്റെ ചെടികളാണ് ഫുള്ളും. പക്ഷെ പൂവില്ല, അതിൻ്റെ ഇലകളാണ് ഫുള്ളും. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ റെയിൽവേ ക്രോസ് കണ്ടോ? ഇതാണ് കേട്ടോ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സ്റ്റേഷനാണ് കേട്ടോ നമ്മുടെ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ. ഇഷ്ടംപോലെ ട്രെയിനുകളൊക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വേണ ഫുള്ള് ആണായിട്ടുണ്ടേ. സോ ഗൈസ്, നമ്മളൊരു നായറയുടെ പമ്പിൽ നിൽക്കുകയാണ് കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് വന്ന് കുഴിത്തുറ എന്നാണ്. നമ്മൾ ഏകദേശം കേരള ബോർഡർ എടുക്കാറായി. നമുക്കിനി വീട്ടിലോട്ട് കൂടിപ്പോയാലൊരു 35-40 കിലോമീറ്ററും കൂടെ കാണും കേട്ടോ. അങ്ങോട്ട് തമ്പി ഇങ്ങോട്ടല്ലേ? ഓ എനിക്കിതാണ് എളുപ്പം കുറച്ചുകൂടെ. ഓട്ടാക്കി അടുത്ത ട്രിപ്പ്. ഓക്കെ, എത്തിയിട്ട് മെസ്സേജ് അയക്കേ. ഓ സോ ഗായ്സ്, സജിൻ ആ വഴി പോയി കേട്ടോ. നമ്മുടെ നെയ്യാറ്റിൻകര ആ റൂട്ട് പോയി കേട്ടോ. നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. നമുക്കിതാണ് എളുപ്പം. അത് കണ്ടോ, തമിഴ്നാട്ടിലേക്കുള്ള വഴി ആവുന്നേ ഉള്ളൂ കേട്ടോ. ഒരു മുക്കാൽ പണി പോലും ആയിട്ടില്ല. അതാ മണ്ണിട്ടൊക്കെ പൊക്കിയിട്ടേ ഉള്ളൂ. ഇനി ഏത് കാലത്ത് തീരാനാണോ എന്തോ. നമ്മുടെ എവിടെയൊക്കെ തീർന്നിട്ട് 2-3 കൊല്ലം ആവാറായി. വെൽക്കം ടു കേരള. അങ്ങനെ നമ്മൾ തിരിച്ച് കേരളത്തിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. സമയം ഇപ്പോൾ 9:20 കേട്ടോ. അത്യാവശ്യം ക്ഷീണമൊക്കെ ഉണ്ട്. നല്ല വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല ബോഡി പെയിനും ഉണ്ട്. ഈ റോഡ് നമ്മുടെ കന്യാകുമാരി വരെ ഉണ്ടായിരുന്നെങ്കിലോ എന്ത് സുഖമായിരുന്നു. ഒന്നും അറിയണ്ട. ഒരു മണിക്കൂറിനകത്ത് മതിയാവും നമുക്ക് കന്യാകുമാരി എത്താൻ. നമ്മൾ അങ്ങോട്ട് പോയത് 1.5 മണിക്കൂർ എടുത്താണ് കേട്ടോ, ആ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടി. എങ്കിൽ പിന്നെ നമുക്ക് ഈ റോഡിൽ കൂടെ എന്തായാലും ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് കന്യാകുമാരി എത്താവുന്നതേ ഉള്ളൂ. സോ ഗൈസ്, നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. സമയം ഇപ്പോൾ 9:30 കഴിഞ്ഞു. നമ്മളങ്ങനെ രാവിലെ തുടങ്ങിയിടത്ത് തന്നെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒരു റൈഡ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ, ടാറ്റ.
ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഗൈസ്, നമ്മുടെ ഇന്നത്തെ ടോട്ടൽ ഫ്യൂൽ എക്സ്പെൻസും കാര്യങ്ങളും പറയാൻ ഞാൻ വിട്ടുപോയി. നമ്മളിന്ന് ടോട്ടൽ 183.3 കിലോമീറ്ററാണ് കവർ ചെയ്തത് കേട്ടോ. അതിൽ നമുക്ക് ആവറേജ് മൈലേജ് എന്ന് പറയുന്നത് 35 കിലോമീറ്റർ പെർ ലിറ്ററാണ്. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പിന് 5.2 ലിറ്ററാണ് വണ്ടി ഓവറോൾ കൺസ്യൂം ചെയ്തത്. സോ അത് പറയാൻ വന്നതാണ്. ഓക്കെ, ബൈ.